ഹായ് ഹലോ എല്ലാവർക്കും നമ്മളൊരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിൻ്റെ പരീക്ഷയെല്ലാം എഴുതി നല്ല മിടുക്കന്മാരായിട്ട് 9ാം ക്ലാസ്സിലെത്തി നിൽക്കുകയാണ് അല്ലേ എല്ലാവരും. കുറച്ചുകൂടെ സീരിയസ് ആവേണ്ട ടൈം ആയില്ലേ. നമ്മൾ 10ാം ക്ലാസ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹൈസ്കൂൾ ക്ലാസ് അവസാനിക്കാൻ പോവുകയാണ്. അതായത് നിങ്ങൾ 8, 9, 10 ആയിരുന്നു അല്ലേ നമ്മുടെ ഹൈസ്കൂൾ സെക്ഷൻ വരുന്നത്. അപ്പോൾ 9, 10 കൂടെ കഴിഞ്ഞാൽ നിങ്ങൾ ഹൈസ്കൂൾ കഴിഞ്ഞു വലിയ മക്കളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം കുറച്ചുകൂടി നമ്മൾ സീരിയസ് ആവേണ്ട ടൈമിലേക്ക് എത്തിയില്ലേ. 8ാം ക്ലാസ്സിൽ 40 മാർക്കിനായിരുന്നു നമ്മൾ മാത്സ് എഴുതിക്കൊണ്ടിരുന്നത് പരീക്ഷ അല്ലേ. ഇനി എന്താ മാറ്റം പ്രധാനമായിട്ട് വരുന്നത്? 9ാം ക്ലാസ്സിൽ നമ്മൾ ഈ മാത്സ് പരീക്ഷ 80 മാർക്കിന് എഴുതാൻ പോവുകയാണ്. അപ്പോൾ എന്താ അതിൻ്റെ മാറ്റം ഉണ്ടാവുക? അതെ, അതിനനുസരിച്ച് കണ്ടൻറ്റൊക്കെ കുറച്ചധികം വരും അല്ലേ. എന്നുവെച്ചാൽ എളുപ്പമുള്ള കണ്ടൻറ്റ് തന്നെ. നമ്മൾ 8ാം ക്ലാസ് പഠിച്ചതിൻ്റെ കുറച്ച് തുടർച്ചയായിട്ട് കുറച്ചധികം കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആദ്യം മുതൽ തന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി ആദ്യം മുതലേ നമ്മൾ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പഠന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനും നല്ല മാർക്കിലേക്ക് എത്താനും ഇതെല്ലാം തന്നെ എന്തിലേക്ക് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും മെയിനായിട്ട്? അതെ, 10ാം ക്ലാസ്സിൽ നല്ലൊരു മാർക്കിലേക്ക് എത്താനും 10ാം ക്ലാസ്സിൻ്റെ പഠനം എളുപ്പമാക്കാനൊക്കെ ഈ 9ാം ക്ലാസ് നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലൂടെ ഇരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 9ാം ക്ലാസ് നല്ല വൃത്തിക്ക് തന്നെ പഠിച്ചു തുടങ്ങണം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. എല്ലാവർക്കും 9ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് മിസ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് 7 ചാപ്റ്റേഴ്സാണ് വരുന്നത് അല്ലേ. 7 ചാപ്റ്റേഴ്സിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററാണ് പെയേഴ്സ് ഓഫ് ഇക്വേഷൻ. ഏതാണ് ചാപ്റ്റർ? പെയേഴ്സ് ഓഫ് ഇക്വേഷൻ. അല്ലെങ്കിൽ മലയാളം മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ എന്തുണ്ടാവും? അതെ, സമവാക്യ ജോഡികൾ എന്നുണ്ടാവും കേട്ടോ. സമവാക്യ ജോഡികൾ എന്നുണ്ടാവും. അതാണ് പെയേഴ്സ് ഓഫ് ഇക്വേഷൻ. അതായത് ഇക്വേഷൻ സമവാക്യം എന്നൊക്കെ പറയുന്നത് എല്ലാവരും ഓൾറെഡി കേട്ടിട്ടുണ്ടാവും അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതൊന്നുമില്ല, ഈക്വൽ സൈൻ ഇട്ട് എഴുതുന്ന എല്ലാത്തിനെയും നമുക്ക് എന്തെന്ന് പറയാം? ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യം എന്ന് പറയാം. നിങ്ങൾ 8ാം ക്ലാസ്സിൽ കുറേ സമവാക്യമൊക്കെ സോൾവ് ചെയ്തിട്ട് എക്സിൻ്റെ വിലയൊക്കെ പഠിച്ച് വന്നവരാണ് അല്ലേ. നമ്മൾ പഠിച്ചത് ഓർമ്മയില്ലേ? എക്സ് കാണാൻ വേണ്ടിയിട്ടൊക്കെ. അത്ര തന്നെയുള്ളൂ. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇവിടെയും വരുന്നത്. സമവാക്യ ജോഡികൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഇതിൽ വരുന്നത്? അപ്പം മിസ് ആദ്യം പറഞ്ഞു എന്താ? എക്സ് ഒക്കെ വരുന്നുണ്ട്. എക്സ് വരുന്ന ഒരു മാത്സിലെ നമ്മൾ എക്സ് ഉപയോഗിച്ച് ചെയ്യുന്ന രീതിക്ക് എന്തായിരുന്നു പറയുക? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഓൾജിബ്രായിക് മെത്തേഡ് എന്ന് പറയായിരുന്നു അല്ലേ. ഓൾജിബ്ര മാത്സിൽ നമ്മൾ അതായത് അറിയാത്ത കാര്യത്തിന് നമ്മൾ എക്സോ വൈയോ എന്തെങ്കിലും ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് വേരിയബിൾസ് എന്ന് പറയൂ അല്ലേ. അറിയാത്തതിനെ നമ്മൾ വിളിക്കുക വേരിയബിൾസ് എന്നാണ്. അപ്പോൾ വേരിയബിൾസ് അതായത് മലയാളത്തിൽ ചരങ്ങൾ എന്നൊക്കെ പറയും. അപ്പം അതുപയോഗിച്ചിട്ട് ചോദ്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ ചരങ്ങൾ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഈ എക്സിൻ്റെ വാല്യൂ ഒക്കെ കണ്ടെത്തുന്ന രീതി, ആ രീതിയിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓൾജിബ്രായിക് മെത്തേഡ് എന്നൊക്കെ പറയാം അല്ലേ. അപ്പം ഓൾജിബ്ര വരുന്ന ഒരു ചെറിയ ചാപ്റ്ററാണ്, കുഞ്ഞു ചാപ്റ്ററാണ്. കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. നമുക്ക് തുടങ്ങാം അല്ലേ. പെയേഴ്സ് ഓഫ് ഇക്വേഷൻ അഥവാ സമവാക്യ ജോഡികൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്കറിയാം 8ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചോദ്യം അവർ പറയും. ആ ചോദ്യത്തിൽ നമുക്ക് എന്തോ ഒന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ടോ, അതായത് നമുക്ക് അറിയാത്ത കാര്യം ഉണ്ടാവും. ആ അറിയാത്ത കാര്യത്തിന് പറ്റിയിട്ടുള്ള കുറേ ക്ലൂസ്, അതായത് ക്ലൂ അല്ലെങ്കിൽ ഹിൻറ്റുകളൊക്കെ ചോദ്യത്തിലുണ്ടാവും. അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ അവർ പറയും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അറിയാത്ത, അതായത് നമുക്ക് വേണ്ട ഉത്തരത്തിലേക്ക് എത്തണം അല്ലേ. അതല്ലേ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നത്. ഇവിടെയും അതേപോലെ തന്നെയാണ്. ഇവിടെ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ. എന്താ പെയർ? ജോഡി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ, 2 എണ്ണത്തിനല്ലേ നമ്മൾ പെയർ എന്ന് പറയാം. നമ്മൾ പെയർ അല്ലേ, ചെരുപ്പ് പെയർ എന്നല്ലേ പറയാ അല്ലേ. പെയർ ഷൂസ് പെയറാണ്. അതായത് 2 എണ്ണം വരുന്നതിനെയാണ് നമ്മൾ പെയർ എന്ന് പറയുക, ജോഡി എന്ന് പറയും അല്ലേ മലയാളത്തിൽ. അതായത് ഇവിടെയും നമുക്ക് എന്തുണ്ടാവും? ഒരു ചോദ്യത്തിനെ നമുക്ക് ജോഡി, അതായത് 2 ഇക്വേഷനായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ആ 2 ഇക്വേഷൻ, അതായത് 2 അറിയാത്ത കാര്യങ്ങളും ഉണ്ടാവും. എന്തുകൊണ്ടാണ് 2 ഇക്വേഷനായിട്ട് വരുന്നത്? നമ്മൾ ചോദ്യത്തിൽ 2 അറിയാത്ത കാര്യങ്ങളുണ്ടാവും. ഒന്നില്ലെങ്കിൽ ഒരു പേനയുടെ വില, പെൻസിലിൻ്റെ വില, രണ്ടും ചോദിക്കും. പെൻസിലിൻ്റെ വിലയും കാണേണ്ടി വരും, പേനയുടെ വിലയും കാണേണ്ടി വരും. അല്ലെങ്കിൽ ടേബിളിൻ്റെ പ്രൈസും കാണേണ്ടി വരും, ചെയറിൻ്റെ പ്രൈസും കാണേണ്ടി വരും. അതായത് 2 അറിയാത്ത കാര്യങ്ങൾ വരും.
അപ്പോൾ അതുകൊണ്ടാണ് പെയർ ഓഫ് ഇക്വേഷൻ. രണ്ടറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഉത്തരം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഇക്വേഷൻ വേണം? അതെ, നമുക്ക് രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണേ, നിർബന്ധമായിട്ടും രണ്ട് ഇക്വേഷൻ വേണം, എന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഇനി അല്ല, നമുക്ക് ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം, ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മെൻ്റൽ മാത്ത്. ഇവിടെ കണ്ടോ, മെൻ്റൽ മാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അതെ, നമ്മൾ ചിന്തിച്ച് നമ്മുടെ മൈൻഡിലൂടെ നിങ്ങൾ ചിന്തിക്കുക അല്ലേ? നമുക്ക് ചിന്തിച്ചിട്ട് ഇന്ന കാര്യങ്ങളാണെങ്കിൽ ഓക്കെ, അങ്ങനെ നമുക്ക് മനസ്സിലൂടെ കണക്ക് കൂട്ടി ഉത്തരത്തിലേക്ക് എത്താം. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ 3 രീതിയിൽ ആ ചോദ്യത്തിന് അപ്രോച്ച് ചെയ്യാം. എങ്ങനെയൊക്കെ ചെയ്യാം? ഒന്നില്ലെങ്കിൽ നമുക്ക് ചിന്തിച്ചുണ്ട് ഉത്തരം കണ്ടെത്താൻ പറ്റുന്നതാണ്, അങ്ങനെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ഒരു ചരം അല്ലെങ്കിൽ ഒരു വേരിയബിൾ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല, ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് ഇനി അങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള 2 വേരിയബിൾസ് യൂസ് ചെയ്തിട്ട്, അതായത് 2 ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് 2 ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ വർക്കൗട്ട് ചെയ്ത ചോദ്യങ്ങൾ തന്നെ നോക്കി തുടങ്ങാം അല്ലേ? മെൻ്റൽ മാത്ത് ആൻഡ് ഓൾജിബ്ര എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചോദ്യം നോക്കൂ. ദർ ആർ 100 ബീഡ്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇൻ എ ബോക്സ്. 10 മോർ ബ്ലാക്ക് ദാൻ വൈറ്റ്. ഹൗ മെനി ബ്ലാക്ക് ആൻഡ് ഹൗ മെനി വൈറ്റ്? എന്താ ഉദ്ദേശിക്കുന്ന ഈ ചോദ്യം? ഇവിടെ എല്ലാവരും ഈ ചോദ്യം കാണുന്നില്ലേ? മലയാളം മീഡിയത്തിലെ ടെക്സ്റ്റിൽ എന്താ ഉണ്ടാവുക? അതെ, അവിടെ എത്ര ടോട്ടൽ ബീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മുത്തുകൾ അല്ലേ? നമ്മുടെ കയ്യിൽ ടോട്ടൽ 100 മുത്തുകളുണ്ട് അല്ലേ? എന്നിട്ട് എന്താ പറയുന്നത്? ഏതൊക്കെ കളേഴ്സ് മുത്താണുള്ളത്? അതെ, നമ്മുടെ കയ്യിലുള്ള ബോക്സിൽ ഏതൊക്കെ കളേഴ്സ് മുത്താണുള്ളത്? ഒരു ബോക്സ് ഉണ്ട്, അതിൽ മൊത്തം എന്തുണ്ട്? കുറേ ബ്ലാക്ക് മുത്തുകളും ഉണ്ട്, പിന്നെ കുറേ ഏത് മുത്തുകളും ഉണ്ട്? വൈറ്റ് മുത്തുകളും കുറേ മുത്തുകളുണ്ട് അല്ലേ? കുറച്ച് ബ്ലാക്കാണ്, കുറച്ച് വൈറ്റാണ്. അപ്പോൾ ടോട്ടൽ എത്ര മുത്തുണ്ട് എന്നാണ് പറയുന്നത്? അതെ, 100 ബീഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടൊരു കണ്ടീഷനും കൂടെ പറഞ്ഞിട്ടുണ്ട്, 10 മോർ ബ്ലാക്ക് ദാൻ വൈറ്റ്. എന്ന് വെച്ചാൽ എന്താ? 10 മോർ ബ്ലാക്ക്, അതായത് വെള്ള കളറുള്ള മുത്തുകളേക്കാൾ 10 മുത്ത് കൂടുതലാണ് കറുപ്പ് അല്ലേ? കറുപ്പ് മുത്തുകളുടെ എണ്ണം വെള്ള മുത്തുകളുടെ എണ്ണത്തേക്കാൾ 10 എണ്ണം കൂടുതലാണ്. അങ്ങനെയല്ലേ പറഞ്ഞത്? 10 മോർ ബ്ലാക്ക് ദാൻ വൈറ്റ്. വെള്ളയേക്കാൾ കൂടുതൽ കറുത്ത കളറുള്ള മുത്തുകളുണ്ട് അല്ലേ? എത്ര എണ്ണം കൂടുതലുണ്ട്? 10 മുത്തുകൾ കൂടുതലുണ്ട്. ഹൗ മെനി ബ്ലാക്ക് ആൻഡ് ഹൗ മെനി വൈറ്റ്? അതായത് എത്ര വെള്ള മുത്ത് എത്ര കറുത്ത മുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, ആകെ 100 എണ്ണം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓരോന്നും കണ്ടുപിടിക്കണം. നമുക്കൊരു എന്ത് തന്നിട്ടുണ്ട്? ഒറ്റ ഹിൻഡേ തന്നിട്ടുള്ളൂ. വെള്ളയേക്കാൾ 10 കറുപ്പ് കൂടുതലുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ തന്നെ പറയുന്നുണ്ട് നമുക്ക് പല രീതിയിൽ അത് ചിന്തിക്കാം. ഒന്നില്ലെങ്കിൽ നമുക്ക് മെൻ്റലി ചിന്തിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓൾജിബ്ര ഉപയോഗിച്ചിട്ട് ചെയ്യാം. നമുക്ക് ഓൾജിബ്ര ഉപയോഗിച്ചിട്ട് എക്സ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്തത് നോക്കാം അല്ലേ? നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? ആകെ 100 മുത്തുകളുണ്ട് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോവാണ്? ബ്ലാക്ക് മുത്തുകളുടെ എണ്ണത്തിനെ എക്സ് എന്ന് എഴുതാൻ പോവുക. നമുക്ക് രണ്ടും അറിയില്ല, ബ്ലാക്കും അറിയില്ല വൈറ്റും അറിയില്ല. പക്ഷെ നമ്മൾ ബ്ലാക്ക് മുത്തുകളുടെ എണ്ണത്തിന് എന്തെന്ന് എഴുതാൻ പോവുകയാണ്? അത് എക്സ് ആയിട്ട് എടുക്കാം. നമുക്ക് അറിയാത്തതിന് നമ്മൾ എക്സ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യണ്ടേ അല്ലേ? നമ്പർ ഓഫ് ഏത് കളറ്? ബ്ലാക്ക് ബീഡ്സിന് എന്തായിട്ട് എടുക്കുന്നു? എക്സ് ആയിട്ട് എടുക്കുന്നു. അതായത് കറുത്ത മുത്തുകളുടെ എണ്ണം അല്ലേ? കറുത്ത മുത്തുകളുടെ എണ്ണം സമം എക്സ് എന്ന് നമ്മൾ എടുക്കുന്നു. പിന്നെ നമുക്ക് എന്ത് പറയാം? നിങ്ങൾ പറ, നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്, അതായത് കറുത്ത മുത്തുകൾ എക്സ് ആണെങ്കിൽ നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് എത്രയായിരിക്കും പറയാൻ പറ്റുമോ? വെള്ള മുത്തുകളുടെ എണ്ണം എത്രയായിരിക്കും? അതെ, നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? കറുത്ത മുത്തുകൾ വെളുത്ത മുത്തുകളേക്കാൾ 10 എണ്ണം കൂടുതൽ എന്നല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇത് തിരിച്ച് ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വെള്ള മുത്തുകൾ കറുപ്പിനേക്കാൾ എത്ര കുറവായിരിക്കും? 10 എണ്ണം കുറവായിരിക്കൂലേ? അവർ പറഞ്ഞ കാര്യം തന്നെ തിരിച്ച് ചിന്തിച്ചൂടെ? കറുത്ത മുത്തുകൾ വെളുത്തതിനേക്കാൾ 10 കൂടുതൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ തിരിച്ച് പറയുമ്പോൾ എങ്ങനെ പറയാം? വെള്ള മുത്തുകൾ കറുത്തതിനേക്കാൾ 10 കുറവ് എന്ന് പറഞ്ഞൂടെ? അപ്പോൾ നമ്മളിവിടെ നോക്ക്, നമ്മൾ ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം എക്സ് എന്നല്ലേ എടുത്തത്. അപ്പോൾ ഈ എക്സിനേക്കാൾ 10 എണ്ണം കുറവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? എക്സിൽ നിന്ന് 10 കുറച്ചാൽ പോരെ? അപ്പോൾ വെള്ള മുത്തുകളുടെ എണ്ണം കിട്ടില്ലേ? ചിന്തിച്ചോ? എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? എന്താ പറഞ്ഞത്? 10 എണ്ണം കൂടുതലായിരുന്നു ബ്ലാക്ക്. അത് തിരിച്ചു പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? വെള്ള മുത്തുകൾ കറുത്തതിനേക്കാൾ 10 കുറവാന്ന് പറഞ്ഞൂടെ? അപ്പോൾ X-10 എന്ന് എഴുതുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല അല്ലേ? സിമ്പിളായിട്ട് എഴുതാം. ഇനി നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ്, അതായത് ടോട്ടൽ എത്ര മുത്തുകൾ ഉണ്ട് എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞത്. അതെ, ടോട്ടൽ 100 ബീഡ്സ് ഉണ്ട് എന്നല്ലേ? ആകെ 100 മുത്തുകൾ ഉണ്ട് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആകെ 100 മുത്തുകളാണ് അല്ലേ?
ഉള്ളത്? അപ്പോൾ നിങ്ങൾ പറ, വെള്ള മുത്തുകളും കറുത്ത മുത്തുകളും കൂട്ടിക്കഴിഞ്ഞാൽ 100 ആവില്ലേ? അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, കറുത്ത മുത്തുകളുടെ എണ്ണമാണ് എക്സ് അല്ലേ, നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ് അല്ലേ എക്സ് നമ്മൾ എടുത്തത്. ഈ കറുത്ത മുത്തിൻ്റെ കൂടെ വെള്ള മുത്ത് എത്രയാണ് നമ്മൾ എടുത്തത്? x-10 എന്നല്ലേ നമ്മൾ എഴുതിയത്. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ, എന്ത് കൂട്ടിക്കഴിഞ്ഞാലാണ് ഞാൻ പറഞ്ഞത്? വെള്ള മുത്തുകളുടെ എണ്ണമാണ് ഇത്, കറുത്ത മുത്തുകളുടെ എണ്ണമാണ് ഇത്. ഇത് വൈറ്റ് മുത്തുകളുടെ എണ്ണമാണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതെ, ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് കിട്ടില്ലേ? വെള്ളയും കറുപ്പും അല്ലാതെ വേറെ കളറൊന്നും ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ടോട്ടൽ നമ്പർ 100 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണവും വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണവും കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? അത് 100ന് ഈക്വൽ ആയിരിക്കില്ലേ? അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ എഴുതുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നമ്മൾ സാധാ ചെയ്യുന്ന പോലെ നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് അല്ലേ, എക്സ് പ്ലസ് എക്സ്. എക്സും എക്സും കൂട്ടിയാൽ എത്ര എക്സ് ആയി? 2x ആയി അല്ലേ. എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞത് 2x -10 അല്ലേ. എക്സും എക്സും കൂട്ടിയാൽ 2x വന്നു. എന്നിട്ട് എന്ത് വന്നു? ഒരു -10 ഉണ്ട് അല്ലേ, അത് അതേപോലെ എഴുതി. സമം എന്തുണ്ട്? 100 എന്ന് എഴുതി. 100 2x - 10 = 100 എന്ന് എഴുതി. പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി നമുക്കറിയാം എക്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എക്സ് ഉള്ളത് ടേം ഇവിടെ വെക്കുന്നു. പിന്നെ ഇവിടെ എക്സ്ട്രാ ആരാ വരുന്നത്? നിങ്ങൾ നോക്ക്, ഇവിടെ പിന്നെ ഒരു -10 അല്ലേ വരുന്നത്. ഈ -10നെ നേരെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് ലെഫ്റ്റ് സൈഡിന് എക്സ് മാത്രം മതി അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ടേംസിനും നമ്മൾ റൈറ്റിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ ആദ്യം -10ന് നമ്മൾ റൈറ്റിലേക്ക് മാറ്റി കൊടുക്കുക. -10 റൈറ്റിലേക്ക് പോകുമ്പോൾ എന്ത് 10 ആവും? കറക്റ്റാണ്. മൈനസ് റൈറ്റിലേക്ക് പോകുമ്പോൾ +10 ആവില്ലേ അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്ക്, 2x = 100 + 10 എത്രയാണ്? 100 + 10 110 അല്ലേ. അതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തൂടെ. അപ്പോൾ 2x = 110 എന്ന് കിട്ടിയില്ലേ. ഇനി എക്സ് കണ്ടുപിടിക്കാൻ എന്തായിരുന്നു ചെയ്യൽ? ഓർമ്മ ഉണ്ടോ? ഒരുപാട് കണക്ക് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട് അല്ലേ. ആർക്കെങ്കിലും മറന്നു പോയിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്യാറുള്ളത്? 2x = 110 ആണെങ്കിൽ എക്സ് കിട്ടാൻ ഈ 2xൻ്റെ കൂടെ ഇവിടെ എങ്ങനെയാണ് 2 ഉള്ളത്? എക്സിൻ്റെ കൂടെ എങ്ങനെയാണ്? 2 × x അല്ലേ 2x? അതറിയാത്തവരുണ്ടോ അല്ലേ? 2x എന്ന് പറഞ്ഞാൽ എന്താ? 2 × x അല്ലേ. ഈ മൾട്ടിപ്ലിക്കേഷൻ ഗുണനം റൈറ്റ് സൈഡിലേക്ക് പോകുമ്പം എന്താ ആവാറുള്ളത്? ഹരണമാവും അല്ലേ. ഡിവിഷനായിട്ട് മാറും. മൾട്ടിപ്ലിക്കേഷൻ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവിഷനായിട്ട് മാറും. അപ്പോൾ 2 × x, അതിൽ 2 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? ഇൻറ്റു എന്നുള്ളത് ഡിവിഷനായിട്ട് മാറും അല്ലേ. അപ്പം 110/2 എന്ന് എഴുതുന്നതിൽ പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. 110നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 110ൻ്റെ പകുതി എത്രയാണ് വരിക? 55 എന്ന് വരും. ഡൗട്ടുള്ളവർ ചെയ്ത് നോക്കുക. 55 അല്ലേ വരിക അല്ലേ. അപ്പം എക്സ് എന്ന് പറയുന്നത് എന്താ? എക്സിൻ്റെ വാല്യൂ കിട്ടി. നിങ്ങൾ നോക്ക്, നമുക്ക് എക്സ് കിട്ടിയോ നോക്ക്. എക്സിൻ്റെ വാല്യൂ താഴോട്ട് എഴുതാം. ഇവിടെ നോക്ക്, എക്സിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? എക്സ് = 110/2 55 എന്ന് കിട്ടി ഇല്ലേ. എക്സിൻ്റെ വില കണ്ടുപിടിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ എയിം. എക്സ് ആരായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് അല്ലേ. അതായത് ഇതിൽ കറുത്ത മുത്തുകളുടെ എണ്ണം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എത്ര പറയാം? കറുത്ത മുത്തുകൾ എത്ര എണ്ണം ഉണ്ട്? അതെ, 55 കറുത്ത മുത്തുകളില്ലേ. അങ്ങനെയാണ് നിങ്ങൾ പറ, എത്ര വെളുത്ത മുത്തുകൾ ഉണ്ടാവും? ഒന്ന് ചിന്തിച്ച് നോക്ക്. കറുത്തത് 55 അങ്ങനെയാണ്. വെളുത്തത് എത്ര ഉണ്ടാവും? കറുപ്പിനേക്കാൾ 10 കുറവല്ലേ വെളുത്തത്. അപ്പോൾ സിമ്പിളായിട്ട് എഴുതിക്കൂടെ അല്ലേ. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ്, അതായിരുന്നു നമ്മൾ എക്സ് എന്ന് എടുത്തത് അല്ലേ. എക്സിൻ്റെ വില കിട്ടി 55, 55 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് എന്താണ് നോക്കൂ. നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എക്സിൽ നിന്ന് അല്ലേ, കറുത്ത മുത്തിൽ നിന്ന് 10 എണ്ണം കുറച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 55 - 10 = 45 എന്ന് കിട്ടും. കിട്ടില്ലേ? സിമ്പിളായിട്ട് കിട്ടില്ലേ? അപ്പോൾ എത്ര വെളുത്ത മുത്ത്, എത്ര കറുത്ത മുത്ത്? 45 വൈറ്റ് ബീഡ്സും 55 ബ്ലാക്ക് ബീഡ്സുമാണ് നമ്മുടെ ഈ ബോക്സിലുള്ളത്. നമ്മൾ കുറേ പറഞ്ഞു, പക്ഷെ പറഞ്ഞ അത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടോ?
ഇത് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. നമുക്ക് വെളുത്ത മുത്തിൻ്റെ എണ്ണവും കറുത്ത മുത്തിൻ്റെ എണ്ണവും കിട്ടണം. അപ്പോൾ നമ്മൾ കറുത്ത മുത്തിനെ എക്സ് എന്ന് എടുത്തു. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്നാൽ വെളുത്തതിന് എക്സ് എന്ന് എടുത്താൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. വെളുത്തതിന് എക്സ് എന്ന് എടുത്ത് ചെയ്ത് നോക്കൂ. ഇതേപോലെ കണക്ഷൻ വെച്ചിട്ട് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ അനുസരിച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അതൊന്ന് ചെയ്ത് നോക്ക് സ്വന്തമായിട്ട്. നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തപ്പോൾ കുറേ ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ബ്ലാക്ക് ബീഡ്സ് ആണ് എക്സ് എന്ന് എടുത്തത്. അങ്ങനെയാണ് വൈറ്റ് ബീഡ്സ് എന്ന് പറഞ്ഞാൽ എക്സിൽ നിന്ന് 10 കുറച്ചാൽ മതി അല്ലേ, 10 എണ്ണം കുറയും. അപ്പോൾ x-10 എന്ന് എഴുതി. പിന്നെ നമുക്ക് എന്ത് കാണാം? ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ്, ആകെ ബീഡ്സിൻ്റെ എണ്ണം, ആകെ മുത്തുകളുടെ എണ്ണം 100 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കറുത്ത മുത്തുകളാണ് എക്സ്, വെളുത്ത മുത്തുകളാണ് x-10. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 100 കിട്ടണ്ടേ? അപ്പോൾ 100 കിട്ടി. ഇനി എക്സും ആഡ് ചെയ്തപ്പോൾ 2x കിട്ടി. പിന്നെ -10 അതേപോലെ നമ്മൾ താഴേക്ക് എഴുതി അല്ലേ. -10 റൈറ്റ് സൈഡിലേക്ക് പോയപ്പോൾ എന്തായി? +10 ആയി. ഇനി 2x അല്ല, നമുക്ക് x ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ × 2 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ /2 ആയി. ദെൻ x = എന്ത് വന്നു? 55 വന്നു. നമ്പർ ഓഫ് ബീഡ്സ് ഈക്വൽ അല്ലേ. എക്സ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എടുത്തിട്ടുണ്ട്. ആരാ? ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണമാണ് എക്സ്. സോ ബ്ലാക്ക് ബീഡ്സ് = 55 എന്നും. വൈറ്റ് ബീഡ്സ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 10 കുറച്ചാൽ മതി അല്ലേ. അപ്പം 10 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടി? 45 എന്ന് കിട്ടി. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ വാല്യൂം കിട്ടിയില്ലേ? നോക്ക്, ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തത് ഇത് തന്നെയാണ് കേട്ടോ. ക്ലിയർ അല്ലേ? 3 കുട്ടികൾ ഇതാ കഷ്ടപ്പെട്ട് പല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ചിന്തിച്ചൂടെ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല, എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തതാ ഇവിടെ ഒരു ചെയറിൻ്റെയും ടേബിളിൻ്റെയും കണക്കൊക്കെ വരുന്നുണ്ട്. ഈ കണക്ക് മിസ് അടുത്ത ക്ലാസ്സിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.